ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് പുതുമകളോട് കൂടി തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം ഇനിതാ ഞങ്ങൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഉണ്ടാവും എന്നുള്ള വാക്കോട് കൂടി ലെറ്റ്സ് സ്റ്റാർട്ട് വൺസ് അഗൈൻ. ഇത് സ്റ്റാർ മാജിക്. വെൽക്കം എവരിവൺ. ഹലോ, നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പിന്റെ ഇടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പല പല ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെയും അടി കിട്ടിയില്ല എന്നുള്ളൂ. സ്റ്റാർ മാജിക് എന്തുകൊണ്ട് നിർത്തി, നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കും അങ്ങനെ പരാതി ഉണ്ടായിരുന്നോ? അയ്യോ, ദേഷ്യം വരണു. പേരെന്താ? സീനത്ത് റഷീദ്. സീനത്ത് റഷീദ്. ആ ശബ്ദത്തിൽ തന്നെ ഭയങ്കര അമർഷം ഉണ്ട് കേട്ടോ. നേരിട്ട് ചോദിക്കാൻ വന്നാന്ന് തോന്നുന്നു. സ്റ്റാർ മാജിക് ചെറിയൊരു ബ്രേക്ക് എടുത്തപ്പോൾ ഭയങ്കര വിഷമത്തിലും ദേഷ്യത്തിലും ആയിരുന്നോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അത് നിർത്തിയതെന്നുള്ള പ്രേക്ഷകരോട് പറയണം. കമ്പനി പറഞ്ഞു കുറച്ച് പുതുമകളോടുകൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഒരു പുതുമയില്ലാണ്ട് പുതുമയോടുകൂടി ഞങ്ങൾ കുറച്ച് പഴയ കൗണ്ടേഴ്സ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പുതുമയോട് കൂടി ഞങ്ങളിത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ പുതിയ ആർട്ടിസ്റ്റുകൾ. വളരെ അഭിമാനത്തോടുകൂടി ലെറ്റ്സ് വെൽക്കം നമ്മുടെ ചേട്ടന്മാർ, അല്ലെങ്കിൽ ദ മെയിൽ ടീം ഓഫ് സ്റ്റാർ മാജിക്. എനിക്കൊരു കാര്യം അറിയണം. ഇതാണ് പുതുമുഖം. ഞാൻ പരിചയപ്പെടുത്താൻ 19 വയസ്സുള്ള ഒരു പയ്യനാണ് പുതുമുഖം. എന്താ പേര്? ആർക്കറിയാം. കണ്ടോ പഴയ കോമഡി പ്രശ്നമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ പുതുമയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഫ്ലോർ പഴയത്, ക്യാമറ പഴയത്, ലക്ഷ്മി പഴയത്, ഈ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ പഴയത്, പിന്നെ നമ്മൾക്ക് മാത്രം ഈ പ്രത്യേകത വേണമെന്നാണ്. നമ്മളടിക്കുന്ന കൗണ്ടറിന് പുതുമ വേണമെന്ന് ഇത്രയും അവകാശം പറയാനുള്ള കാരണം. എക്സ്ക്യൂസ് മീ, എന്നോട് കമ്പനി പറഞ്ഞു പരിപാടിയിൽ കുറച്ച് പുതുമകൾ. ലക്ഷ്മിയായിട്ട് ഇച്ചിരി കമ്പനി കൂടുന്നുണ്ട്. പുതുമയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. പുതുമയുണ്ട്. ആധാർ കാർഡിന്റെ കോപ്പി വെച്ച് ബിനീഷ് ബാസിൻ പാന്റ് അടിച്ചോണ്ട് വന്നേക്കാണ്. പുതിയതല്ലേ? പക്ഷെ ഞാൻ സത്യം പറയട്ടെ, എനിക്കൊരു ഫ്രഷ്നെസ് വേണമായിരുന്നു. ലക്ഷ്മി, ഞാൻ ഇന്നു മുതൽ കോമഡി പറയൂല, പാട്ടും പാടില്ല. പറഞ്ഞിട്ടുള്ളത് സീരിയസ് ആണോ? അങ്ങനെയാണെങ്കിൽ പാട്ടും പാടരുത്, കോമഡി പിന്നെ പറയാറില്ലല്ലോ. ഞാൻ ഇന്നു മുതൽ ഇന്റലക്ഷൻ ആകാനുള്ള ശ്രമത്തിലാണ്. ഇന്റലക്ച്വൽ. അത് തന്നെ, ഇന്റലക്ച്വൽ. തനിക്കൊരു ഇഞ്ചക്ഷന്റെ കുറവാണുള്ളത്. ഇതാരുടെ പാവടയത്? ദുബായ് മേട. ദുബായ് അമ്മയുടെ ദുബായ് അമ്മ. ശശാങ്ക, അതിന് പകരം നല്ലൊരു പുതുമ അടിക്കടാ. അല്ലല്ല, ഇതില് പുതുമയുണ്ട്. ശശു കൊറേ നാളായിട്ടുണ്ടായിരുന്നു വരാണ്ടിരുന്നിട്ട്, അല്ലേ ശശു? കുറച്ച് നാളായി ഗ്യാപ്പ് ഉണ്ട്. സണ്ണി ലിയോന്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്തങ്ങള് എന്താ പറയാ, അതെങ്ങനെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാ. മെഴുകിയിരുന്നോ? ഇല്ല, സണ്ണി ചേച്ചിയല്ലേ നിൽക്കുന്നത്. സണ്ണിയൊക്കെ ഉയരാണല്ലോ. അതുകൊണ്ട് നമ്മള് കയറിയത് അടിപൊളിയായിരുന്നു. അല്ല ശശു, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ആക്ടറിനോട് ഒരു ആരാധന തോന്നാൻ ഒരു വലിയ റീസൺ ഉണ്ടാവല്ലോ. ഏത് പടം കണ്ടിട്ടാ ചേട്ടൻ ശരിക്കും പറഞ്ഞ ഞാൻ കണ്ട പടങ്ങള് മൊബൈലിൽ കാണിച്ചാൽ മതി? ഇല്ല. പടത്തിന്റെ പേരാരും നോക്കുന്നു അല്ലേ ശശാങ്ക? ഇല്ല. ജിസം 2, ലീല, അങ്ങനെ ജിസം 1, അങ്ങനെ എത്ര പടങ്ങൾ കിടക്കുന്നത്. പിന്നെ ഭയങ്കര ചാരിറ്റി ഒക്കെ ചെയ്യണ ഒരു ചേച്ചിയാണ്. സ്റ്റാർ മാജിക്കില് ഇവിടെ സത്യം പറഞ്ഞ ഇൻട്രോയിൽ എന്നെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയുള്ള എനിക്ക് ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പുതുമയേറിയ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ മാറ്ററിലായിരിക്കും. സോ നമുക്ക് എന്തായാലും ഇനി പെൺകുട്ടികളെ സ്റ്റാർ മാജിക്കിലേക്ക് പുതുമയോടുകൂടി. ശശു, വരുമ്പോ അറിയാം പുതുമയുള്ളതാണോ പൂത്തതാണോ. അങ്ങനെയാണെങ്കിൽ please put your hands together to welcome the entire girls to Star Magic. सोना सोना नी उन्ना नंबर अटी मुटी पटी पटकिल उन्ना नंबर सोना सोना नी उन्ना नंबर
അടിപൊളിയിൽ ഒന്നാം നമ്പർ കടകിഴികിണകിൽ മലരഴകല്ലേ മണിമുകിലല്ലേ കരിമുടിയിഴകിൽ മറുപടി നീ ചൊല്ലു രംഗീരംഗില സോനാ സോനാ നീ. ഞങ്ങളുടെ ഈ പാവം എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം. അങ്ങോട്ടങ്ങ് പോട്ടെ. ഇതിലേതാണ് പുതുമ? അഞ്ജനയാണോ പുതുമ? ആരാണ് പുതുമ? അല്ല ഞാൻ നേരത്തെ പറയുന്ന കേട്ടായിരുന്നു പൂത്തതോ മൂത്തതോ എന്നൊക്കെ. എന്തായാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഷീലാമ്മയുടെ കൂടെ ചെമ്മീനിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. സത്യം സത്യം. ഇപ്പം എനിക്കിപ്പോ ഒന്നും പറയാനില്ലല്ലോ. ആക്ച്വലി ഗേൾസിനെ ഞാൻ സേവ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഹായ് റിനീഷ, 3 years ആയി നമ്മൾ കണ്ടിട്ടല്ലേ? അതെ, അതെ. Yes, ഞാനും. ചേച്ചി, അയ്യോ, എത്ര നാളായി ഠമാർപ്പെടാറിന്റെ സമയത്ത്. അതെ. അല്ല ഞാനിന്ന് വരാൻ ഒരു പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് കേട്ടോ. പറയൂ. മെനിഞ്ഞാന്ന് ഒരു ചേച്ചി എന്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാം. വന്ന് നിൽക്കൂ, സീരിയസ് കാര്യങ്ങൾ പറയണെങ്കിൽ സെന്ററിൽ വന്ന് നിൽക്കണം. ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നതാ നല്ലത്. വേറൊന്നുമല്ല, ഇവിടെ നിൽക്കുന്ന ഒരാളുമായിട്ട് കല്യാണം ആലോചിച്ചതാണ്. പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ആ അമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്ന ചാനലില്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ. സൂര്യമാനസം. കത്തിയില്ലേ, ഇവിടെ വന്ന സ്പോട്ടില് ചളുപ്പാട്ടൊക്കെ അടിക്കുന്നേ. ചളുപ്പാട്ട്. ഞാൻ പറഞ്ഞു, ഓ നമ്മുടെ ടീം അല്ല, പേര് സൂര്യമാനസം. ബിനീഷ് ബാസ്റ്റിൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് കല്യാണം കഴിച്ചുകൂടെന്ന്. ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്തായിരുന്നു എപ്പിസോഡിന് പുതുമ വേണമെന്നല്ലേ? എപ്പിസോഡിന് പുതുമ അല്ല വേണമെന്നല്ലേ? വേറെ ഉണ്ട്. രണ്ട് പഴമ ചേരുമ്പോൾ ഒരു പുതുമ ഉണ്ടാവും. എപ്പിസോഡിന് പുതുമ സുമേഷ് ഇവിടെ വരൂ. വേണമെന്നേ. പക്ഷെ ലക്ഷ്മി ഒരു മിനിറ്റ്. ഇന്ന് കൊണ്ടുവെക്കോ? ആരും ചോദിക്കാനില്ല, കൊണ്ടുവെക്കോ? ഒരു മിനിറ്റ്, ഇവരെ ഒന്നിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് സ്പേസ്. ഞാൻ എപ്പോഴും കാണുമ്പോ ചോദിക്കണം വീട് എവിടെയാണ്? മാമംഗലം. ടീമിന് നിർബന്ധമുള്ള കാര്യം. സീരിയസ് ആയി. മീൻകറി ഒക്കെ അറിയോ? മീൻകറി വെക്കും. അല്ല എന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമോ? അയ്യോ അത് വെളി പറയല്ലേ. എല്ലാ സ്വഭാവം ഒന്നും അറിയത്തില്ല, പക്ഷെ എപ്പോ നോക്കിയാലും പാട്ടറിയും. ഒരു മിനിറ്റ്, ഈ ഉള്ള ബിനീഷ് ബാസ്റ്റിനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആളെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്? വളരെ ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട് ലക്ഷ്മി അല്ല അഞ്ജന, പുള്ളി ജെന്റിലുമാണ്, അതിലുപരി മെന്റലുമാണ്. സ്ത്രീധനമായിട്ട് ഒരു 5 കിലോ ഡൈയുടെ കൊടുത്താൽ അവൻ ഹാപ്പിയാണ്. ഇവര് രണ്ടുപേരും ചേട്ടൻ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ കുടുംബമായിട്ട് ഇടപെടാൻ നിൽക്കരുത്. ഫോട്ടോ വെച്ചുകാർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാലോ. ഓട്ടോ ചിക്കാരാണ് ആ നിൽക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഫോർട്ട് കൊച്ചിയില് മാമംഗലത്ത് നിന്നുള്ള ഈ സുന്ദരി പെണ്ണിനെ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? അയ്യോ, കല്യാണത്തിന് കൂവിടുന്നത് വേറെ കേസിന് ടീമിന് യൂട്യൂബിൽ ഒരു കണ്ടന്റ് കിട്ടി, 2 അമ്മമാരായി. ടീമിന് എന്താ പറയാനുള്ളേ? ഈ അഞ്ജന അപ്പുക്കുട്ടൻ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ. അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ മകനാണോ? ഹലോ അമ്മച്ചേ, ആ മീൻകറിയൊക്കെ വാങ്ങി തറ വെച്ചോ. മോൻ വഴി പിഴച്ച് പോവുകയാണ്. ട്രാക്കിൽ നിന്ന് പോയി. അമ്മച്ചി അറിയാതെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും നാൾ അഭിനയിക്കുകയല്ലായിരുന്നു അമ്മച്ചി ഇല്ലാതെ ഒരു ഇതില്ലെന്ന്. ഇവിടെ വിവാഹാലോചന വരെ കഴിഞ്ഞു. ലക്ഷ്മിക്ക് സംസാരിക്കാനുണ്ട്. അമ്മച്ചി, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അമ്മച്ചി പറഞ്ഞത് എന്താ? ഒരേ ഒരു ദുഃഖം, മോൻ കെട്ടാപ്രായായിട്ടും കല്യാണം വരുന്നില്ല എന്ന്. ഇപ്പൊ ഒരു പെൺകുട്ടിനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുക. എനിക്ക് ഇഷ്ട ബിനീഷ് ചേട്ടനേന്ന് പറഞ്ഞു. സംസാരിക്കണം. ഹലോ അമ്മച്ചി, ബിനീഷാണ്. നിനക്കും ഭ്രാന്താണോ? കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ. ഞാൻ അതല്ല ആലോചിക്കണേ, അമ്മച്ചിക്ക് ഇനി 2 രോഗീനെ നോക്കണമല്ലോ. ശരി ലക്ഷ്മിക്ക് കൊടുക്കുക. ശരി, ഓക്കെ. വീട്ടിൽ വന്നിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ. വലതുകാല് വെക്കൂലെന്ന് പറയാം. വലതുകാലില് ഇത് കുഴിനകം. ചിലങ്ക ടീമിനെ അടുത്തറിയുന്ന ഒരാളല്ലേ? അപ്പോ ഈ ഒരു അലയൻസിനെ പറ്റി പുള്ളി ഇത് അറിഞ്ഞോണ്ടാന്ന് അറിയത്തില്ല, അപായമൊക്കെ ഇട്ടേന്ന് വന്നേക്കുന്നു. അതന്നെ ഞാൻ പറഞ്ഞു, ഇത് കണ്ടോടെ എന്റെ ഉള്ള മൂടും പോയി. അതാണ്. എന്തിനാ അങ്ങോട്ട് നോക്കി മൂട് കളഞ്ഞേ? ഇവിടെ ഡ്രസ്സിംഗ് സെൻസ് ഇല്ലായിരിക്കും. എടാ, ഇതിനെ ഡ്രസ്സിംഗ് സെൻസ് എന്നല്ല, നോൺ സെൻസ് ആണ്. അതാദ്യം മനസ്സിലാക്കുക. ഇവിടുത്തെ ഒരു മുതിർന്ന പൗരൻ നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ ഓട്ടക്കളത്തിലാണ് വെള്ളം കോരാൻ പോകുന്നത്. എന്തായാലും 10-22 ദിവസമായിരുന്നുണ്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട്. പുതുമയോട് കൂടി ഇനിയിപ്പോ അങ്ങനെ പറയാലോ. പുതുമ
പുതുമയോടുകൂടി ഫ്രഷ് കണ്ടന്റുമായിട്ട് സ്റ്റാർ മാജിക് ഇതാ എത്തുമ്പോ ഈ ഒരു പുതുമയുള്ള ഈ ഒരു എപ്പിസോഡില് സത്യസന്ധമായിട്ട് വളരെ പുതുമയുള്ള ഒരു ഗസ്റ്റ് ആണ് വരണേ. ഒരു എവർഗ്രീൻ ആക്ട്രസ് ആണ്. നമ്മുടെ മലയാള സിനിമയിലെ പൂച്ചക്കണ്ണുള്ള നായിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗസ്റ്റ് സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു വലിയ കൈഡിയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം ഷാരി മാം. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു മാടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ. ഹാർട്ട് നീ വണങ്ങിയാൽ ഉടനെ അറ്റാക്ക്. കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ടു കറങ്ങുന്നു വാക്ക്. കരിമ്പിന്റെ രസമുള്ള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു മാടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല മിടുക്കി പെണ്ണേ. തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും ഭരിച്ചിട്ടും കുളിപ്പിച്ചു കിടക്കല്ലേ കൊടുക്കപ്പെണ്ണേ. ഇത് വെരയുടെ അല്ലടാ, വെരയുടെ അല്ല, ഇത് കൊക്കാപ്പുഴിന്റെ. അല്ല ഇന്ന് തുടക്കാൻ ആളില്ല, അപ്പൊ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പച്ചക്കപ്പയ്ക്ക കറ കളയാതെ കൊടുത്താൽ മതി, ഒറ്റ കടിയിൽ തീരും. സുമേഷേ, ഈ ജാതിക്കയുടെ പുറത്തുള്ള ഒരു ചുമന്ന ഇതില്ലേ, അതൊക്കെ അരച്ചു കൊടുത്താലും മതി. ജാതിപത്രി. പത്രി അല്ല, പത്രി. അപ്പൊ സിറിഞ്ച് പറഞ്ഞ പോലെ ഷാരി മാം സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ ആദ്യമായിട്ട് എത്തുകയാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. സ്റ്റാർ മാജിക്കിൽ ഈ പുതുമയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം യു മാം ടു സ്റ്റാർ മാജിക്. അയ്യോ, ഞങ്ങൾ ഗേൾസിന് എല്ലാവർക്കും മീഗോ അടിച്ചിട്ട് വയ്യ അല്ലേ? എന്ത് പറ്റി? 40 വർഷത്തിലേറെയായി നമ്മുടെ മലയാള സിനിമയിൽ. അപ്പോ പെട്ടെന്ന് ഷാരി മാമിന്റെ ആ ഒരു ഫേസിലേക്ക് വരുമ്പോ ഓഡിയൻസിലേക്ക് പോവാണ്. ഏത് സിനിമയാണ് പെട്ടെന്ന് മനസ്സിൽ വരണേ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും ഒരു സിഗ്നേച്ചർ ആൻഡ് ഹൈലൈറ്റ് അല്ലേ? അപ്പം അത്രയും വലിയൊരു ബിഗ് ബാനറില് അങ്ങനെ ഒരു ഓഫർ വരുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു? അത് ആ ഒരു ഏജ് ആയതുകൊണ്ട് വളരെ കൂളായിരുന്നു. ആ ഏജിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. പക്ഷെ അതുമാതിരി ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് പടം ദേശാടന കിളിക്ക് അറിയാറില്ല. അതിൽ എനിക്ക് ഒത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോള് കിട്ടിയത്. അതിനുശേഷം പടങ്ങളില്ല. അത് ടോം ബോയ് ലുക്ക് അല്ലേ? അപ്പോൾ ഇത് ഫെമിലിയർ ആയിട്ട് അയ്യോ പാവം പെൺകുട്ടിയായിട്ട് അഭിനയിക്കാൻ വരുവോ ഇല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കിട്ടിയില്ല. പിന്നെ പത്മരാജൻ സാറാണ് പിന്നെയും എനിക്ക് ആ അവസരം കൊടുത്തത്. ആൻഡ് ഇറ്റ് വാസ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. ആ ഒരു ഫിലിമിലാണ് ശരിക്കും സ്റ്റേറ്റ് അവാർഡ് മാമിനെ തേടിയെത്തത്. ശരിക്കും ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള ടൈറ്റിൽ മലയാളീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ് അല്ലേ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഈ സ്കൂൾ ലൈഫിലെ അതിൽ ശരിക്കും പറഞ്ഞാൽ 2 സ്കൂൾ ഗേൾസ് തമ്മിലുള്ള അവർ ചെയ്തിട്ടുള്ള കുറച്ച് വില്ലത്തരങ്ങളൊക്കെ ആണല്ലോ. റിയൽ ലൈഫിൽ എത്രത്തോളം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ആ ഒരു ടോം ബോയും ലൈഫിലും? ഞാൻ വളരെ ക്വയറ്റ് ആണ്, വെരി വെരി ഗുഡി ഗേൾ ആണ്. അത് അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ പത്മരാജൻ സാർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആ ക്യാരക്ടർ പറഞ്ഞു ഇതിന് ഷാരി. അപ്പോൾ ഇനി എൻ്റെ പേര് വേറെയാണ്, സാധന. അപ്പോൾ പത്മരാജൻ സാറാണ് എനിക്ക് ഷാരിന്ന് പേര് മാറ്റിയത്. ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി പേടിച്ചു. ബിക്കോസ് എനിക്കപ്പോൾ മലയാളം അറിയത്തില്ല, പിന്നെ വെരി ന്യൂ ടു ദ ഫീൽഡ്, പിന്നെ മലയാളം ഒന്നും അറിയില്ല. ആൻഡ് ദിസ് മലയാളം ഇൻഡസ്ട്രി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഇത് ഭയങ്കര സ്ട്രോങ് ആൻഡ് ബോൾഡ് ക്യാരക്ടറാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ട് പോലും പാടമില്ല. അപ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞു ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം, വന്നാ മതി, ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ചെയ്ത പടമാണത്. കാരണം ഫ്ലവേഴ്സില് സ്റ്റാർ മാജിക് എന്നുള്ളൊരു ഷോയില് എന്താ പറയാ, അങ്ങനെയൊന്നും ടെലിവിഷനിൽ നമ്മൾ അധികം അപ്പിയർ ചെയ്യുന്ന കണ്ടിട്ടില്ല. ബട്ട് അതെന്തുകൊണ്ട് അങ്ങനെ അപ്പിയർ ചെയ്യാത്ത? ഇല്ല, അങ്ങനെ അപ്പിയർ ചെയ്യണ്ടെന്ന് അല്ല, പക്ഷെ എനിക്ക് എൻ്റെ ലാംഗ്വേജും കുറച്ച് പ്രോബ്ലം ആണല്ലോ. ഇങ്ങനെ കൗണ്ടറൊക്കെ കൊടുക്കാൻ അറിയില്ല. പറയണില്ലേ? പിന്നെ ശരിക്കും ബോൺ ആൻഡ് ബോട്ടപ്പ് ചെന്നൈയിലാണ്. ബേസിക്കലി ഐ എം തെലുഗു, ബട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ചെന്നൈ. ചേച്ചി, ഇവിടെ എല്ലാവർക്കും മലയാളി അറിയാം, പക്ഷെ കൗണ്ടർ അറിയത്തില്ല. അതുകൊണ്ട് പേടിക്കണ്ട. ഇല്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ ലാലേട്ടനോട് ഹീസ് വെരി വെരി ഫ്രണ്ട്ലി, വെരി കോഓപ്പറേറ്റീവ്. ഞാൻ എത്ര ടേക്ക് ചെയ്താലും പിന്നെ ഒരു വാക്ക് പോലും പറയാതെ എത്ര ഒരു 5-6 ടേക്ക് ആയാലും കൂടെ നിന്ന് അഭിനയിച്ചു കൊടുത്തതാണ്. എനിക്ക് ആ നന്ദി ഉണ്ട്. ഞാനൊരു
കാര്യം ചോദിച്ചോട്ടെ, എന്റെ മനസ്സിൽ പേഴ്സണലി വരുന്നത് ഒന്ന് ടോംബോയ് ക്യാരക്ടർ, അതുപോലത്തെ കുഞ്ഞിമണി that is one of my ആ പാട്ട് ഒരു 2 വരി പാട്ട് വരത്തില്ല അല്ലെങ്കിൽ വേണ്ട. അത് കൊളാക്കണം പാവം പിന്നെ അയ്യോ അതൊന്നും പഠിക്കണ്ട, പാട്ട് കുളമാക്കാനായിട്ടൊരു കമ്പനി തന്നെ ഉണ്ട്. അത് നല്ല പാട്ടാണ്. അത് എനിക്ക് പിന്നെ സ്പോയിൽ ചെയ്യാൻ ഇഷ്ടമല്ല. വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു 2 സ്റ്റെപ്പ് ഞാൻ അത് ഓക്കെയാണ്. മാമ പാടണമെന്നായിരുന്നു ആഗ്രഹം, എന്നാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാട്ടോ. കൂടെ പാടിക്കോളാം. താങ്ക് യു സോ മച്ച്. ഒരു കൈയടി. പാടല്ലേ പിച്ചുകളല്ലേ. കുഞ്ഞിമണി ചെപ്പുതുറൻ നിന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കുഞ്ഞിമണി ചെപ്പുതുറൻ നിന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളകൻ കാതിൽ മോളും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുഞ്ഞിമണി ചെപ്പു തുറന്ന് നിന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങും പോയി. KS ലക്ഷ്മി. എന്താ KS ലക്ഷ്മി. ശരിക്കും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേ ടൈറ്റിൽ തന്നെയാണ് വിളിച്ചിരുന്നത്, മലയാള സിനിമയിലെ പൂച്ചക്കണ്ണുള്ള നായിക എന്നുള്ളത്. അതായത് എല്ലാവരും ചോദിക്കും ഈ പൂച്ചക്കണ്ണിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ, ലൈക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും ദേ ഞാൻ ഇന്ന് അതുപോലെ ലെൻസ് ഇട്ട് വന്നിരിക്കുക. ഞാൻ ആദ്യത്തെ ഒരു ക്ലൂ ഒക്കെ കൊടുത്തു, ആ ക്ലൂവിലാണ് അല്ല ഈ പൂച്ചക്കണ്ണുള്ളത് കൊണ്ട് നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സും അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് വന്നിട്ടുള്ള കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവുമല്ലോ. എലിയെ കണ്ടാൽ ദോഷമാണ്. എലിയെ കണ്ടാലോ? ശത്രുവാണല്ലോ പൂച്ചയും എലിയും. അയ്യോ എടുത്തോണ്ട് പോടാ എന്നെ. പൂച്ച ഇവിടെ വിഷയാണ്. അതുണ്ട്. പുള്ളിക്ക് പൂച്ച പേടിയാ. കണ്ടാ പിന്നെ പുലിമുരുകനെ മാതിരി ഉണ്ട്. കൊച്ചുനാളില് പൂച്ച കടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഭയങ്കര പേടിയാ പുള്ളിക്ക്. ഇത് പൂച്ചയാണോ പട്ടികളാണോ എനിക്ക് പിടുത്തമില്ല. പ്രേക്ഷകർക്ക് അറിയാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ഈ പൂച്ചക്കണ്ണുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചില സമയത്ത് ജസ്റ്റ് മിസ് എന്നുള്ള രീതിയിൽ കുറച്ച് ലൈക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടില്ല. വിഷമങ്ങള് പിന്നെ എന്റെ സ്കൂൾ ഡേയ്സിൽ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരും എന്നെ പിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇല്ല ഭംഗിയാ. ഇപ്പൊ എനിക്ക് ആഫ്റ്റർ കമ്മിങ് ടു ദ ഫീൽഡ് ഐ കെയിം ടു നോ ഐ റിയലി എൻജോയ്ഡ് ആഫ്റ്റർ കമ്മിങ് ടു മലയാളം ഇൻഡസ്ട്രി. അതുവരെ തമിഴിലൊക്കെ ഒരു പടം ചെയ്തു. അതിൽ ആ ഡയറക്ടർ പറഞ്ഞു ഇല്ല ഈ കണ്ണ് നോക്കിയാൽ പിന്നെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ളത് മാതിരി, അതുകൊണ്ട് നിങ്ങൾ അത് ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്നെ കൊണ്ട് ബ്ലാക്ക് ലെൻസ് വെപ്പിച്ചു. ഒന്ന് ശരിക്കും ഒന്ന് ക്യാമറയിലേക്ക് ഒന്ന് ഞങ്ങൾ ഒന്ന് അത് ഒപ്പിയെടുത്തോട്ടെ. ലാഷസ് വെച്ചിട്ടുള്ള കാരണം ആ ഉള്ളിലെ ആ പൂച്ചക്കണ്ണൊന്ന് പ്രേക്ഷകർ ഒന്നടങ്കം മനസ്സിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. എന്റെ പാട്ടായിരിക്കും. ഈ സിനിമയിൽ കാണുന്ന ഷാരി ഇത്ര വർഷങ്ങളായിട്ട് അന്നും ഇന്നും എങ്ങനെ ഒരുപോലെ ഇരിക്കണേ, ശരിയല്ലേ? എല്ലാവരും റുട്ടീനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ മോളാണ്, അതായത് കല്യാണി അല്ലേ, മോളാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആൻഡ് റോൾ മോഡൽ. വീട്ടിലിങ്ങനെ മോളിങ്ങനെ വരച്ചിട്ടിരിക്കുക, അമ്മ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് മോൾ പറഞ്ഞിട്ട്. ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ ആക്ച്വലി. ഐ ലവ് ബേബി ഗേൾസ് യുനോ. എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയുള്ള സമയത്ത് ഞാൻ എല്ലാം ദേവീക്ഷേത്രം മാത്രം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പ്രേ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഗേൾ ബേബി മതി, എനിക്ക് ഗേൾ ബേബി വേണം എന്ന്. എല്ലാവരും എന്നെ കണ്ടവരെല്ലാവരും പറയും ഇല്ല നീ വന്ന് ആൺകുട്ടിയാണെന്ന് തോന്നി. എല്ലാം വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടി വരിക. ഞാൻ അന്ന് പിന്നെ എവറി ഡേ ഐ വിൽ ഗോ ടു അടുത്ത ഒരു ഭഗവതിയുടെ ടെമ്പിൾ ഉണ്ട്, അവിടെ പോയി ഒരു 100 ടൈംസ് ഇങ്ങനെയൊക്കെ പ്രദക്ഷിണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഗേൾ ബേബി വേണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി വെച്ചു. അതെ സെറ്റാക്കി ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞേ ഗേൾ ബേബി ആണെന്ന്. ഐ വാസ് സോ എക്സൈറ്റഡ്. ആൻഡ് ഷീ ഡസ് സ്കിൻ കെയർ റൊട്ടീൻ ഒക്കെ അവള് പറഞ്ഞു തരും എല്ലാം. അവള് പിന്നെ എന്റെ ഡ്രസ്സ്
കോഡ്, ഞാൻ എന്ത് ജുവൽസ് ഇടണം, എന്ത് ഡ്രസ്സ്, എന്ത് ചപ്പൽ ഇടണം, എന്ത് പൊട്ട് വെക്കണം, എല്ലാം അവള് എനിക്ക്. വീട്ടിൽ അല്ല, സ്റ്റൈലിസ്റ്റ് വീട്ടിൽ തന്നെയാണ്. So she is a fashion designer also. Oh, great. So now she is into business. ആൻഡ് അത് മാത്രല്ല, റോൾ മോഡൽ എന്ന് പറഞ്ഞില്ലേ, മോളുടെ ബിസിനസിന് അമ്മ തന്നെയാണ് മോഡൽ. അതെ, അതും correct. ഒരു മണി പോലും പുറത്തേക്ക് പോകുന്നില്ലല്ലേ? Single pay. അവളുടെ ബ്രാൻഡ് അക്കീറ സിൽക്ക് ആണ്. അക്കീറ സിൽക്ക്. This is all 100% pure കാഞ്ചീപുരം. അക്കീറ silk ആണോ? No, it is pure പട്ട് sarees ആണ്. Okay, fine. So it is 100%. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ വരണോ? ഇല്ല, this is online ആണ്. ഇൻസ്റ്റാൾ. പർച്ചേസ് ചെയ്യാനൊന്നുമല്ല, അവിടെ ഒന്ന് കൊളാബ് ചെയ്ത് ഒരെണ്ണം മേടിച്ചെടുക്കും. ഒരു പാരയാണല്ലോ. എങ്ങനെയാ ഒരു ദിവസത്തെ ലൈക്ക് റുട്ടീൻ എന്ന് പറയണേ? വീട്ടിലുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു ഡെയിലി ഡേ? I love cooking. എനിക്ക് എത്ര മണിക്ക് എണീക്കും? ഞാൻ ഒരു 6 o'clock. 6 o'clock എണീക്കും. Yes. ഡെയിലി വർക്ക്ഔട്ട്സ്, യോഗ അല്ല ഒന്നുമില്ല, ഒന്നി വാക്കിംഗ്. എന്റെ ടെറസ് ഉണ്ട്, അതിലെ വാക്കിംഗ് ആണ്. ഫുഡ് റെസ്ട്രിക്ഷൻസ് ആണ്, അത്രേ ഉള്ളൂ. ഞാൻ കാര്യങ്ങൾ കഴിക്കും. ഞാൻ എനിക്ക് വെജ് ആണ് ഇഷ്ടം. പൊതുവേ വെജിറ്റേറിയൻ ആണോ? പൊതുവേ വെജിറ്റേറിയൻ ആണ്. ഐ ഈറ്റ് ഓൺലി ഓൺ വെൻസ്ഡേ ആൻഡ് സൺഡേയിലാണ് നോൺ വെജ് കഴിക്കുള്ളൂ. ആൻഡ് ഇപ്പൊ വന്നിട്ട് പൊറോട്ടാസി മാസം എന്ന് പറയും അവിടെ തമിഴ്. പൊറോട്ട അല്ല, പൊറോട്ടാസി എന്ന് പറഞ്ഞാല് ഇത് 1 month വി ആർ വെജിറ്റേറിയൻസ്. എഗ് പോലും കഴിക്കില്ല, കേക്ക് പോലും കഴിക്കില്ല. സോ ഇങ്ങനെ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫുഡ് റെസ്ട്രിക്ഷൻ. ദാറ്റ്സ് ഓൾ. അഞ്ജന വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാൻ ആര് വെച്ചതാണെങ്കിലും കഴിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ. മീനാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ വറ്റിച്ച് വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോ ആ ചട്ടിയുടെ അകത്ത് ചോറിട്ട് കുഴച്ച് പ്ലാച്ച പ്ലൂച്ച. പഴങ്കഞ്ഞി, കപ്പ. മലയാള ഡിക്ഷണറിക്ക് ഒരു വാക്ക് കിട്ടി, എന്തൊക്കെ വേണം? നീ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കും. എന്തൊക്കെ തരും? കൂടുതലും കഴിക്കുന്ന തൈരും ചോറുമാണ്. അഞ്ജന അടുത്ത എപ്പിസോഡിലുള്ള വഴി വെട്ടുകയാണ്. പക്ഷെ അഞ്ജന അറിയുന്നില്ല ഈ എപ്പിസോഡിൽ നിലയ്ക്ക് വന്നുള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ. ചോദ്യമുണ്ട്. ഇതൊക്കെ ചെറുപ്പത്തിലേ ഗാനമേളയിലും അല്ലാത്ത പരിപാടിക്കൊക്കെ ശാരി ആ പാട്ടില്ലേ, മേരി മുകേഷ്, മണിയമ്പിള്ള രാജ, ഇവർ എന്നെ കണ്ടപ്പോ ഷാരി മേരി രാജേശ്വരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നെ. മാമും രസമായിട്ട് ആ ഒരു വരി പാടി, ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് പാടിയാൽ. എല്ലാരും കൂടെ പാടിയാൽ മേരി രാജേശ്വരി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹമ്മിയോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ശാരി മേരി രാജേശ്വരി. Ready? 1 2 3 start. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. ശാരി പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. നേരു പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി. ശാരി രാജേശ്വരി. So once again ഒരു വലിയ കൈയോടുകൂടി ഇത്ര നേരം ഞങ്ങളുടെ മാത്രമായിരുന്നു. ഇനി ഞങ്ങളിത് അങ്ങോട്ട് തരാൻ പോവാ. റെഡി? ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം നമ്മുടെ അമ്മമാരെ പോലെ തന്നെ ലൈക്ക് പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഭയങ്കര എന്താ പറയാ അല്ലേ, നമ്മുടെ സ്വന്തം. എപ്പോഴും ആ ഒരു സ്പേസ് ഇന്നും എല്ലാ പ്രേക്ഷകരും തരുന്നുണ്ട്. വീട്ടിലെല്ലാരും കണ്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് കാണുക മാത്രല്ല കൂടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. ഗെസ് ഇറ്റ് ഇസ് റെഡി. സോ വൺസ് അഗൈൻ ഇതുവരെയുള്ള ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിൽ വന്നിട്ട്? വെരി നൈസ്. ഇത് നല്ല ഈ സെറ്റ് കാണുമ്പോൾ വളരെ കളർഫുൾ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. സ്റ്റാർ മാജിക്, സ്റ്റാർ മാജിക്, സ്റ്റാർ മാജിക് കീ. And this is Star Magic. ഇനി കളർ കൂടാണ്. We welcome you, ma'am. Please.
അല്ല ചേച്ചി, അല്ല ചേച്ചി അല്ല ഇവിടെ ചേച്ചി. അവിടെ നിക്കണേ. അല്ലൊരു കാര്യമുണ്ട്. ആ. ഈ ബിനീഷ് ആ. ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ 50 രൂപ വെച്ച് എല്ലാവരും ഇന്ന് മേടിച്ചു. അല്ല, എനിക്ക് തോന്നി അവിടെ എല്ലാ ഇത്തമാരൊക്കെ ഇങ്ങടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. പുള്ളിയാണ് ഫോട്ടോ വെച്ച് നാളെ ഇറക്കിയേക്കണത്. ഫോട്ടോ ചുക്കൻ അടിപൊളിയല്ലേ, നമ്മ പൊളിയാണ്. എന്നിട്ട് അവര് ഈ സമയം വരെ വന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളെ മുത്താണ്. ആ ഓക്കെ. കൊച്ചിയിലെ മുത്താണത്. ആ സുമേ മുത്തെന്നല്ല മൂത്തത് എന്നാണ് പറഞ്ഞത്. കൊച്ചിയിലെ മൂത്തതാണത്. കൊച്ചിയിൽ മുഴുവൻ ആ കൊച്ചിയിലെ മൂത്ത. ഇവിടെ എന്താ പറയാണ്ട്? ബിനീഷിന്റെ ഒരു പാട്ടും കൂടി വേണം. അതെ, ഇതൊക്കെ പറയിപ്പിക്കാൻ എത്ര പൈസ മേടിച്ചു അത് പറ. ഈ അളിയൻ ഫോട്ടോ വെച്ചിന് വെച്ചൊരു പാട്ട് പാടിയിട്ട് അവിടെ ഒരു സായിപ്പ് പോലും ഇപ്പൊ കേറുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇരിക്കാം. എന്റെ കയ്യിൽ ഒരു പാട്ടുണ്ട് ഫോട്ടോ വെച്ചിക്ക് വേണ്ടി. വേണ്ടല്ലോ, വേണ്ട. അതാണ് സായിപ്പ് വരാത്തത്. ഫോട്ടോ വെച്ചിക്കാരുള്ളപ്പോ 2 ലൈൻ പാടി കൊടുക്കേണ്ടത്. ഞാനും ഈ രക്തത്തിൽ പങ്കാവൂലോ. ശരി, അപ്പോ ഫോട്ടോ കൊച്ചിക്കാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള ഷാരി മാമനും കൂടെ വേണ്ടിയിട്ട്, ഹീസ് ബേസിക്കലി ഫ്രം ഫോർട്ട് കൊച്ചി. അപ്പൊ ഫോർട്ട് കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് പാടും. ഓക്കെ, പുള്ളിക്ക് പാടും വേണം, എന്നോട് മൈക്ക് എടുത്ത് പിടിക്കാൻ. ആണോ കോറസാ? ആ കൊളാബി ചെയ്യുമ്പോ ഓർക്കണം. ഫോർട്ട് കൊച്ചിയിൽ ബോട്ടു വന്നല്ലോ, ഇരുത്തം വരാനുണ്ട്. ബോട്ട് നിറയെ സായിപ്പുമാരാണേ. നല്ലൊരു നാട്ടുകാർ വരുമ്പോ ചീറ്റാറാ പതിവ്. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണേ. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണേ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണേ. ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണേ. ബോട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ, മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ. ബോട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ, മത്തി 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 ഞങ്ങളുടെ ചീന ചട്ടിയിൽ. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പന്മാരാണേ. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പുമാരാണേ. ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ, ബോട്ട് നിറയെ സായിപ്പന്മാരല്ലേ. താങ്ക് യു. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ. നമ്മൾ ഇത്രയും നാളായിട്ട് ഈ ഫോട്ടോ വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. പല പാട്ടുകളും നമ്മുടെ ടീം പാടുന്നതാണ്. അതെ, പക്ഷെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത ഒരു ആള് പുതിയതായി ഒരു ഫ്രഷ് വന്ന് അതും കയറിയിട്ടുണ്ട്. കോറസ് പാടാൻ. കോറസ് പാടാൻ. അത് ലക്ഷ്മി നക്ഷത്രയോ ഐശ്വര്യോ ഐശ്വര്യോ അല്ല. അല്ല. അതും ഫോർട്ട് കൊച്ചി ഇപ്പൊ ഇന്നലെ തുടങ്ങിയതാ, സ്റ്റാർ മാജിക് തുടങ്ങിയിട്ട്. പുള്ളിക്കാരി ടമാർപ്പെടാറുള്ളതാ. അപ്പൊ എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. അഞ്ജന നിന്നോട്ട് തകർക്കുന്നു. ഫോട്ടോ കൊച്ചി വിജയിപ്പിക്ക്. എന്തായാലും അഞ്ജന എങ്ങനെ എത്തുന്നോണോ പറയാൻ പറ്റണ? സത്യം എപ്പിസോഡ് വരുമ്പോ കാണണം. നോക്ക്. ലിറിക്സിനോട് ചോദിച്ചു പാടുമായിരുന്നു. ആണോ? ശരിക്കും അല്ല, ഞാൻ അറിയുന്നതേ മതിമറന്ന് പാടുക എന്ന് പറയില്ല. ആ ഒരു അനുഭവം ഞാൻ കണ്ടത്. ഈ മതിമറന്ന പുള്ളി പാടിയത് എങ്ങനെ അറിയോ? ആൾക്കാർ പറയും മതി മതി, പുള്ളി അതും മറന്നാ പാടണ. So here we begin our Star Magic. Star Magicല് വളരെ സുന്ദരിയായിട്ട് നമ്മുടെ ഷാരി മാം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ഗെയിമിലേക്ക് പോവാൻ പോവാണ്. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഷാരി വെരി രാജേശ്വരി. ഇത്രയും നാളായിട്ട് ഇട്ടതിൽ നല്ല ഉഗ്രം പേരായിരുന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ ലോ ക്ലാസ്. ഇതുപോലെ ലോ ക്ലാസ് പേര്. ഷാരി മേരി രാജേശ്വരി എന്ന് ഇടാൻ കാരണം എന്തുകൊണ്ടാന്നറിയോ? ആ എന്റെ പേരായതുകൊണ്ട്. അങ്ങനെയും പറയാം, പക്ഷെ അതല്ല, നമ്മൾ സാരി വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഷാരി മാം ഉള്ളത് കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂവിങ് ഓൺ ടു ദ ഗെയിം അഗൈൻ. ഷാരി മേരി രാജേശ്വരി. ഇതിൽ ആർക്കൊക്കെ സാരി ഉടുക്കാൻ അറിയാം? ബോയ്സ് ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കും. ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കപ്പെടും. ശശു സ്കിറ്റിന് വേണ്ടിയൊക്കെ പെട്ടെന്ന് കയറി ഇങ്ങനെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാറിയില്ലേ? പ്ലേറ്റ് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ശരി, ഞാനിപ്പോ ഒരു സാരി തന്നൂന്നിരിക്കട്ടെ, അത് ആര് ബോഡിയിൽ വെക്കണം? ആർക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കാനാ ഇഷ്ടം? ഭാര്യ ഓക്കെ, അത് ഞാൻ വരാം. ഈ കൂട്ടത്തില് ഞാൻ വരാം.
ഈ സാരിയിലെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടു. പറയൂ പറയൂ. ആ അല്ല ഇവിടുന്ന് പറഞ്ഞു ചിലങ്ക വിളിക്കാം. ചിലങ്ക അയ്യോ എന്താ അവിടെ ചിലങ്ക അത് വിളിക്കാം. പറയണ്ട, ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി. അതൊന്നും പറഞ്ഞു എന്നൊന്നും പറയണ്ട. ഡയറക്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരെ വേണമെന്ന് ചിലങ്ക വരട്ടെ, ചിലങ്ക വരട്ടെ. സുമേഷേ ചിലങ്ക മതി. അവന് ചിലങ്ക, അവന്റെ ഉള്ളിലിരിപ്പ് പിടികിട്ടിയല്ലോ. എന്റെ കിലുക്കം മനസ്സിലായോ? കിലുക്കമല്ല, ഇളക്കം മനസ്സിലായി. ശരി, സാരി വരട്ടെ. ഓക്കെ മോളെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടേക്ക്. ശങ്ക ആരെങ്കിലും സെലക്ട് ചെയ്യായിരുന്നു. ഓക്കെ, കണ്ണടയ്ക്കൂ. സുമേഷേ കണ്ണടച്ചിട്ട് പ്ലേറ്റ് പിടിക്കുന്നത് എങ്ങനെ? ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പ് ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ, അതിനാണ് പ്രിപ്പ്. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ കണ്ണടച്ചിട്ട് വേണം ഇതിങ്ങനെ നിലത്തിട്ട് കംപ്ലീറ്റ്ലി കൈ കൊണ്ട് ഏറ്റവും അധികം പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഏറ്റവും അധികം കണ്ണടച്ച് നിൽക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലല്ലോ ഗെയിം, പിന്നെന്താണ്? ഒരു സെക്കൻഡ്. സഹിക്കുന്നില്ലല്ലോ ഭഗവാന്. ഓക്കെ, ഇവിടെ നിൽക്കണം. കണ്ണടച്ചോളൂ. കണ്ണടച്ച് പിടിപ്പിക്കണം പ്ലേറ്റ്. അടുത്തേക്ക് നിൽക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ണടയ്ക്കൂ കണ്ണടയ്ക്കൂ. ആ കണ്ണടച്ചിട്ട് പ്ലേറ്റ് പിടിക്കണം. പതുക്കെ. സാരിയാണോ കാർട്ടനാണോ? ഒരുപാടുണ്ടല്ലോ. ഷാർപ്പായ. ഓക്കെ, പ്ലീറ്റ് എങ്ങനെ? ആദ്യം പ്ലീറ്റ് എടുക്കൂ. എന്നാലും എടി ചിലങ്ക നിനക്ക് എങ്ങനെ തോന്നിയിടി? മിടുക്കനാണ്. കൈയടിക്കാം കൈയടിക്കാം. ഗുഡ് ബോയ്. ചിലങ്ക ഓക്കെ അല്ലേ? ഓക്കെ, ഇത് സ്ഥിരം ചെയ്യുന്നത് തന്നെ. ഇത് മൊത്തം പ്ലേറ്റ് തന്നെ പിടിക്കണോ? മൊത്തം പ്ലേറ്റ് ആയിട്ട് എവിടെ പോകാനത്? ഇനി കണ്ണടച്ച് ഇങ്ങോട്ട് വെച്ചോളൂ. ഏയ് മോശമല്ലേ അങ്ങനെ ഇപ്പൊ മോനെ എൻജോയ് ചെയ്യണ്ട. കണ്ണടച്ച് തുറന്നാ അറിയാലോ. സ്വന്തമായിട്ട് വെച്ചാ പോരെ? വെച്ചാ എന്നാടാ വല്ല പൂച്ചേനെ കൊണ്ട് വെച്ചാ? ചേട്ടാ കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ ഇത് പൂക്കള് കണ്ടിട്ട് ഉല്ലാസണ്ടാണെന്ന് കിണറ് പോയിട്ടൊരു പൂക്കള്. ചേട്ടാ കുഴപ്പമില്ല, ഉടുത്തോ ഉടുത്തോ. എവിടെ വെക്കണ്ടേ? അവിടെ അവിടെ തന്നെ അവിടെ തന്നെ. ചേട്ടാ ഉടുത്തോ ഉടുത്തോ, കുഴപ്പമില്ല. ആഹാ വരാന്ന് പറഞ്ഞ ഇയാൾക്ക് പോരാ, ഇയാൾക്ക് ചിലക്ക വേണം. ഈ ഷേപ്പ് കണ്ടപ്പോഴേ എനിക്ക് പിടികിട്ടി ധാരായിരിക്കുന്നു. പോട്ടെ. ഇനി സുമ. വയസ്സാങ്കാലത്ത് ഓരോ മോഹങ്ങൾ. വരൂ. ചെലങ്കയല്ലടാ നിനക്ക് വേണ്ടത്, നിനക്ക് ചങ്ങലയാണ് വേണ്ടത്. എന്തോടാ ചക്കിലാട്ടുന്ന എണ്ണയോ? ഇവന് കണ്ണടയ്ക്കുന്ന ബാധകമല്ലേ? അത് ഇയാൾക്ക് മാത്രമേ ആ ഓഫർ ഉള്ളൂ. എന്റെ പൊന്നെ ഉല്ലാസ് ആ പൂക്കളിലേക്ക് എന്റെ കയ്യങ്ങ് ഇറങ്ങിപ്പോയി പകുതി. ആള് കൊള്ളാട്ടോ, വേണ്ടർന്നാ. മതി. കല്യാണമൊന്നും ഇല്ലല്ലോ. അപ്പൊ സാരി കുറച്ച് കൊടുക്കാനും കൂടെ എല്ലാം പ്ലേറ്റിനകത്ത് തീർക്കരുത്. മതി. ഞാൻ കുറച്ചെടുത്ത് തോളത്തിടാനും വേണ്ടി വെച്ചേക്കണം. സുമേഷ് ഇത് തന്നെയാ പണി. വീട്ടിൽ പോയാ ശരിക്കും സാരി എടുക്കണു. മിസ്റ്റർ പഴന്തോട്ടം, ചെയ്യുമ്പോ ഒരു ജോലി അങ്ങ് മര്യാദക്ക് ചെയ്യണം. പ്രൊഫഷണൽ. ഇപ്പൊ പഴയണക്കൊല കോമഡി കേൾക്കുന്നില്ല. കോസ്റ്റ്യൂമിൽ ഒരു നോട്ടം നോക്കിയല്ലോ. നിന്റെ ഭാര്യ ഇത് കാണുന്നുണ്ട്. സ്ഥലപ്പേരെന്തോന്ന് പറഞ്ഞാ? പഴന്തോട്ടം. ഒരു തോട്ടം നിറയെയുള്ള പഴമാണ് ഇവൻ. പഴന്തോട്ടമല്ലേ? ഈ പ്ലേറ്റ് എടുത്ത സ്ഥിതിക്ക് വീട്ടിൽ നിന്ന് പ്ലേറ്റ് എടുത്തോ വെളിയിലായിരിക്കും ഫുഡ്. പോരുന്നോ എന്റെ കൂടെ, എന്റെ സ്റ്റൈലിസ്റ്റ് ആയിട്ട്? നോക്കൂ. ഓ പൊളി പൊളി, സൂപ്പർ. സ്റ്റാർ മാജിക്കില് ഷാരി മേരി രാജേശ്വരി എന്നുള്ള ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ 2 ക്യാപ്റ്റൻസിനെ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഈ ടീമിൽ നിന്ന് കൺഗ്രാറ്റുലേഷൻസ്, നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ട് വരാൻ പോകുന്നത് ഇറ്റ്സ് റെനീഷ. റെനീഷ എപ്പോഴും അറിയണേ, വന്നോളൂ. ഈ ടീമിൽ നിന്ന് ക്യാപ്റ്റൻ ആയിട്ട് വരാൻ പോകുന്നത് ഇറ്റ്സ് അഞ്ജന അപ്പുക്കുട്ടൻ. യെസ്. അപ്പൊ ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും ഈ ഒരു ഗെയിം കളിക്കേണ്ടായിരിക്കും. ഈ ഒരു ഗെയിമിൽ 2 പ്രോപ്പർട്ടീസ് ഇവിടെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കയറി നിൽക്കാൻ പോകുന്നത് നിങ്ങളല്ല, ചേട്ടന്മാരാണ് കയറി നിൽക്കേണ്ടത്. ഏറ്റവും ആദ്യം ഒരാൾ കയറി നിൽക്കുന്നു. കയറി നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ബ്ലൗസ് ഇട്ടിരിക്കണം. അവിടെ നമ്മളൊരു ഹെയർ വിഗ് വെച്ചിട്ടുണ്ട്. വിഗ് വെച്ചിട്ടുണ്ടാവണം, മുല്ലപ്പൂ വെച്ചിട്ടുണ്ടാവണം. അതിനുശേഷം കയറിയതിന് ശേഷം ഈ സാരിയുടെ തുമ്പ് എൻഡ് പോർഷൻ ആ പില്ലറിൽ നിന്ന് എടുത്തിട്ട് അവരിങ്ങനെ കറങ്ങി 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 മൊത്തത്തിൽ ഈ സാരി അവർ ഡ്രേപ്പ് ചെയ്യണം. ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടാവും കേട്ടോ. ബ്ലൗസ് ഇടുന്ന സമയത്തൊക്കെ ഒരു ഗേളിന് പോയി സപ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഈ സപ്പോർട്ട് ചെയ്യുന്ന ആള് അറ്റത്ത് പോയി നിൽക്കുക. അവരുടെ കണ്ണ് നമ്മൾ അടച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബിന്ദി, ഒരു പൊട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പോയിട്ട് ഈ സുന്ദരി കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോയി അധികം തലോടരുത്, ഇങ്ങനെ മാത്രം നോക്കിയിട്ട് വെച്ചു കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. കറക്റ്റ് ആ ഒരു സുന്ദരി കുട്ടിന് പൊട്ട് തൊട്ടിട്ട് വേണം നിങ്ങൾ വരാൻ. റെഡിയാണോ? അപ്പൊ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഷാരി മേരി രാജേശ്വരി. യെസ്, 2 ടീം ഒരുമിച്ചാണ്. അപ്പൊ 2 ടീമിൽ നിന്ന് ഈ ടീമിൽ നിന്ന് അജൂബ് ഷാ, ഈ ടീമിൽ നിന്ന് അമീൻ,
So get ready, count down, please. 3, 2, 1. അമ്മച്ചി ഇമ്പന അവിന്റെ ബ്ലൗസ് ഇപ്പൊ പൊട്ടും. അജൂബ് ഷാ, അജൂബ് ഷാ. അവിടെ കഴിഞ്ഞ് ചേച്ചി ഇത് ഞങ്ങളുടെ സൈസ് അല്ല. പറ്റുന്ന പോലെ മതി. പിന്നെ ഐസിന് കഴിയുമ്പോൾ സാരി വരുമ്പോ പറഞ്ഞോളൂ. Okay, ready? ആരാ വന്നു നിൽക്കണേ? ഇനി ഒറ്റയ്ക്ക് ചെയ്യണേ, ഇനി ഒറ്റയ്ക്ക് ചെയ്യണേ. നീ അഞ്ജന ചേച്ചിക്ക് മാറാം. അയ്യോ, എടാ നീ രാവിലെ വരുമ്പോ ഓരോന്ന് മുടിയായിരുന്നു നിർത്തി. അങ്ങനെയൊന്നും അല്ലടാ. എന്താടാ കയറ് വിരിക്കാനാണോ നീ? good, 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 good. ഇത്രയും വലിയ സാരിയോ? നീ കയറ് വിരിക്കാൻ വന്നാണോ? ഒന്ന് നന്നായിട്ട് കറക്കി കൊടുക്കണേ. ഓപ്പോസിറ്റ് ടീം മെമ്പേഴ്സ് ബ്ലൈൻഡ് ഫോൾഡ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാ. നിങ്ങൾ കറക്കി കൊടുക്കണം. ഓപ്പോസിറ്റ് ടീം അഞ്ജലി ചേച്ചിയെ വന്ന് കറക്കാം. ആ ബിനീഷ് ബാസ്റ്റിന് ഓടി വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ നോക്കണേ. ഇല്ല, അങ്കിത കറക്റ്റ് തിരിച്ചു വിട്ടു കൊടുത്തു. ചങ്ങടാക്കി. ഇടത്തോട്ട് കൈ വീശേ, ഇടത്തോട്ട് കൈ വീശേ. ആ അത് തന്നെ. ഓക്കെ, രണ്ടുപേരുടെയും ഗെയിം നമ്മൾ നോക്കുമ്പോ ഷാരി മാം, വാട്ട് ഡു യു ഫീൽ? ഇവിടെ നമ്മൾ ബെറ്റർ. എന്താണ് പാവം, എല്ലാം ഊരിപ്പോയി. ഇത്രേ ഉള്ളൂ. നിങ്ങൾ അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളാണെങ്കിലും ടച്ച് ചെയ്യരുത്. കൂടെ നിൽക്കുന്ന ഗെയിം കളിക്കുന്ന ആളാണെങ്കിലും വലിച്ചൊരിക്കലും അത് എടുക്കരുത്. നമ്മൾ റോൾ ചെയ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് തിങ്, അടുത്തത് മുതൽ നമുക്ക് പ്ലീറ്റ് വേണ്ട. കാരണം പ്ലീറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ക്യാരി. ഇത്ര നീളുള്ളതല്ലേ. അപ്പൊ ഇതിൽ 1 പോയിന്റ് നമ്മുടെ ഷാരി മാം പറഞ്ഞ പോലെ തന്നെ അഞ്ജന ചേച്ചിയുടെ ടീമിനാണ് കിട്ടണേ. സുന്ദരിയായിട്ടുണ്ട് അജുംഷ. പേരെന്താ? എന്റെ പേര് സുമ. സുമ, വീട് എവിടെയാ? പഴന്തോട്ടത്തിന്റെ അപ്പുറത്താ. അതെ. സുമേഷിനെ അറിയോ? ആ, ഒരു കള്ള സുമേഷ് അല്ലേ? അതെ, ആളെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കാറുണ്ട്. അതെ അല്ലേ? ഓക്കെ, മെട്ടയാണ് ചെക്കൻ. ചെറിയൊരു കിരികിരിപ്പുണ്ട്. ആർക്കാ? തനിക്കോ? പഴന്തോട്ടം, അതിന്റെ അവിടുത്തെ കാത്തോട്ടം. ഈ സ്റ്റാർ മാജിക്കിൽ വന്നോണ്ട് ചോദിച്ചതാ, എന്തെങ്കിലും അതർ കരിക്കുലർ പാട്ടോ? ഞാന് പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? പിന്നെ ഡാൻസ് ചെയ്യാറുണ്ടോ? ഓക്കെ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. അടുത്ത എപ്പിസോഡ് തൊട്ട് ഇവനെ സാരിയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. സാരിയും വെച്ചു കൊടുക്കണം, പൂവും വെച്ചു കൊടുക്കണം, പൊട്ടും വെച്ചു കൊടുത്താൽ അവൻ വീണ്ടും. ഞാൻ ഇവിടേക്ക് പോവാണ്. ഗൾഫിലാണോ ബോൺ ആൻഡ് ബോട്ടപ്പ്? ഇന്റർനാഷണൽ ലുക്ക് ഉണ്ടോ? സത്യം. അയ്യോ, പേരെന്താ? എന്റെ പേര് ആമിന. ആമിന? അല്ലല്ല, കുണുവാവ. ആമിന എന്ത് ചെയ്യണു? ഞാനിങ്ങനെ ഷോസിലൊക്കെ പോയി ഓരോ പരിപാടികളൊക്കെ ചെയ്ത് ഗസ്റ്റ് എന്താ പറയാ, ഓഡിയൻസ് ആയിട്ടാണ് പോവാറ്? അല്ലല്ല, ഞാൻ പെർഫോം ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ സുമ പറഞ്ഞ പോലെ പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഞങ്ങൾ ഒരു സ്റ്റേജിൽ പാടിയിട്ടുള്ള ആൾക്കാരാ. ശരി. ആമിന, ആ വീടിന്റെ അതിലെ ബാലങ്കേ നായരെങ്ങാനും വന്നായിരുന്നോ? അതെന്താ അങ്ങനെ അഴിച്ചു പറിച്ചിട്ടേക്കണോ? ഇന്നലെ ബിനീഷ് വാസിന വഴി വന്നായിരുന്നു. അത് പറ. ഓക്കെ, അടുത്തതായിട്ട് വരാൻ പോകുന്നു സുമയില് സൂ ഉണ്ട്, ശശുവിലും ഷൂ ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേര് റെഡി ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ സുമ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇന്നാണ് ശരിക്കും സുമയാവാൻ പോകുന്നത്. സുമയല്ല, സുമി. അപ്പൊ നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. എവിടെ കയ്യെവിടെ? പ്രിയമുള്ളവര്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയ കലാകാരൻ ശശാങ്കന്റെ മോഹിനി രൂപം.
ശശാങ്കന്റെ മോഹിനി രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുമേഷ് അവതരിപ്പിക്കുന്ന കിട്ടിമാണി റൗക്ക. വേഗാവട്ടെ വേഗാവട്ടെ. ഓക്കേ, ശശു is ready. നിങ്ങൾ ശശാങ്കന്റെ ചിരട്ടക്കോണ സ്വാമികൾ. മതി മതി, ഇനി ഹെൽപ്പ് ചെയ്യണ്ട. വ്യാജസ്വാമി ചിരട്ടക്കോണം. ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ള വ്യാജസ്വാമി. ശശാങ്ക ശശാങ്കന്റെ ഒരു കൈ കൈ എടുക്കാൻ പറ്റുന്നില്ലല്ലോ നഷ്ടമായി. എവിടെയാടേ? ഇതൊന്നും കുറിയപ്പോലെ കൈ. തിരിച്ചിടാ ശശാങ്ക. എടാ ഒരു ചുറ്റ് ഇങ്ങോട്ട് പിടിച്ചിടാ ശശാങ്ക. ഒരു ചുറ്റ് ശശാങ്കു. ഒരു കത്രിക കിട്ടുമോ? ബാക്കി ഞാൻ കട്ട് ചെയ്യേ. മുന്നോട്ട് ഫ്രണ്ട്. അത് തന്നെ കറക്റ്റ്. അടിപൊളി. ശരി, ഇനി നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഒരു കത്രിക കിട്ടുമോ? ഇതൊന്നും പകുതി ഒന്നും മുറുകി. ഈ മോഹിനിയുടെ മൊബൈൽ നമ്പർ ആരും ചോദിക്കരുത്. ഭവതി താമസിക്കുന്ന ആരും ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തും. റൂം നമ്പർ ആരും തരത്തില്ല, ചോദിക്കരുത്. എല്ലാം ചുമരിൽ എഴുതിടാന്ന്. പുള്ളിക്കാരിയുടെ നമ്പർ ചോദിക്കരുത്. റെയിൽവേയുടെ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ മെട്രോ പില്ലർ 360 തപ്പിയാൽ ചിലപ്പം നമ്പർ കിട്ടും, പക്ഷെ അത് ചെയ്യരുത്. നീ വന്നേ. എന്തൊക്കെ മുടി അങ്ങ് കളർ ചെയ്ത് അങ്ങ് ഷൈൻ ചെയ്ത് വന്നിരിക്കുക. ട്രെൻഡ് അല്ലേ? നീ എന്ന് കേളിയത് മുടി ചുരുട്ടിയിട്ടേക്കണ് കിടന്ന് ഉരുണ്ടതാ. അല്ല, നിങ്ങളുടെയൊക്കെ ഞാൻ ചുടുകട്ടപ്പടിക്ക് പോയതാ. അതാണ് സംഭവിച്ചത്. ഹായ്, എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്റെ പേര് രമണി. ശശാങ്കിനി. ചേച്ചി നാട്ടിലുള്ള ആളാണോ? അതെ. ഓക്കെ, ഐ തോട്ട് ലൈക്ക് ലണ്ടനിന്നോ എവിടെന്നെങ്കിലും വന്നത്. അല്ല, വേറെ ഒരു ചുടുകട്ട കമ്പനിയിൽ പണിക്ക് പോകുന്നുണ്ട്. ചിരട്ടക്കോണത്താ വീടല്ലേ? അതെ ചേട്ടാ അറിയൂല്ലേ? അവിടെ പിടിച്ച് കെട്ടിയിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അല്ല, ഈ ആളുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് സുമി. സുമി എന്ത് ചെയ്യണു? സുമി ഞാൻ എന്തും ചെയ്യും. ഷാരി മാമിനോട് ചോദിക്കട്ടെ. മാം ഓരോരുത്തരോടും എന്തെങ്കിലും ചോദ്യം ചോദിക്കോ? അറിയാൻ ആഗ്രഹമുള്ള കാര്യം. എവിടെ നിന്ന് വരുന്നു രണ്ടാളും? വീട്ടിൽ നിന്ന് വരുന്നു. വീട്ടിൽ നിന്ന്. ഓ, വീട്ടിൽ നിന്ന് വരുന്നു. ഇനി വീട്ടിലോട്ട് കയറ്റുമെന്നറിയില്ല. ഞങ്ങളൊക്കെ ഫ്ലാറ്റിൽ നിന്നാ വന്നത്. വരുന്നത് വീട്ടിൽ നിന്നാണ്. വെരി നൈസ്. ഐ റിയലി എൻജോയ്ഡ്. ഈ വേഷത്തിൽ മോന്റെ പ്രോഗ്രസ് കാർഡ് ഒന്ന് ഒപ്പിടാൻ ചെല്ലാവോ മാസ്റ്റർ ചോദിച്ച്. അല്ല, ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഒരാളുടെ കൂടി കഴിഞ്ഞിട്ടേ ചെല്ലുന്നുള്ളൂ. ഓൾറെഡി ജയിച്ചു, ഇനി മത്സരമില്ല. രണ്ടുപേരും ഗംഭീരായിട്ട് ചെയ്തു കേട്ടോ. ആൻഡ് ഇത് സ്പോട്ട് ടാസ്ക് ആയിരുന്നു. സ്പോട്ട് കൊറിയോ. ഇതിന്റെ ഇടയിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്തായിട്ട് സാരി എനിക്ക് ഇവിടെ കുത്തണം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ ഗംഭീര ഔട്ട്. ഭയങ്കര രസമായിട്ട് പുറത്തേക്ക് വന്ന് നല്ല രസമായിട്ട് ചെയ്തു. ചേച്ചിമാരും ത്രൂ ഔട്ട് ചിരിക്കുകയായിരുന്നു. ഇതില് ചെലങ്കയ്ക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. ചെലങ്ക കറക്റ്റ് ആയിട്ട് പൊട്ടും വെച്ചു കേട്ടോ. ഗുഡ് ജോബ് ചെലങ്ക. അപ്പോ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ഈ ടീമിൽ നിന്ന് നമ്മുടെ ഉല്ലാസ് പന്തളം ആൻഡ് ആ ടീമിൽ നിന്ന് വിനീഷ് ബാസ്റ്റൻ. ഇത് ഇനി വരാൻ പോകുന്ന ടാസ്ക് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. എല്ലാവരും കൈയടിച്ചേ. ഇനി വരാൻ പോണ കണ്ടോണം. ഇനി കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഓക്കെ, ഇനി റനീഷ ഹെൽപ്പ് ചെയ്യരുത്. ഉല്ലാസേട്ടാ സ്പീഡ് ആവാം. അവിടെ 3 റൗണ്ട് കഴിഞ്ഞു. വലിയ സാരി കൊടുക്കുന്നു. ഇതും പോരാതെ. ഉല്ലാസേട്ടന് തീരാറായിട്ടോ. എ ടീമിൽ വലിക്കരുത്. തലപ്പത്ത് ടീമിന് തല ഇങ്ങനെ ഇടാം. കുറയ്ക്കൂ. ആ യെസ്, മതി ഇങ്ങനെ. ഓ ഉല്ലാസേട്ടാ, വീണ്ടും കേറി വിക്ക് നേരെ വെക്ക്. അങ്ങനെ പിടിക്കാൻ പാടില്ലായിരുന്നു. രണ്ടുപേരെ ഒന്നുകൂടെ കറക്കി വിടൂ.
ടീമേ ഉല്ലാസേട്ടന് ഇറങ്ങി നിൽക്കാമോ? ഇങ്ങോട്ട് നിക്ക്. ഡയസിന്ന് ഇറങ്ങി നിൽക്കാമോ? ഇറങ്ങി. ആ, ഇറങ്ങി നിന്നോ. തൊടാനേ പാടില്ല, പിടിക്കാൻ പാടില്ല. ഇപ്പോ രണ്ടുപേരിവിടെ റെഡിയാണ്. അപ്പോ രണ്ടുപേരുടെയും ലൈക്ക് പൊസിഷൻ പൊട്ടിന്റെ ഏറ്റവും ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡ് പോയി, ഇവിടെ ഒന്ന് താഴെ വീണു. നമ്മളിപ്പോ വെറുതെ തമാശക്ക് സ്റ്റിക്ക് ചെയ്തതാ. ബട്ട് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ രണ്ടുപേരും കേട്ടോ. അപ്പോ ഏറ്റവും ആദ്യം ഷാരി മാമിലേക്ക് പോവാം. മാം എന്ത് തോന്നുന്നു? Both are looking very very pretty. എന്താ നിങ്ങളുടെയൊക്കെ പേര്? രാജമ്മ ഫ്രം ഭൂതത്താങ്കോട്ട. ഷേർലി ഷേർലി അതെ. ഫ്രം ഫോർട്ട് കൊച്ചിയാണോ? കേരള അല്ല, നാണിത്തള്ള. ഷേർലി ഏലിയാണ്. അതെ, ഷേർലി ബിനീഷ് ബാസിന്റെ വല്ല ബന്ധുക്കാർ വല്ലതാണോ? ബിനീഷ് ബാച്ചിന്റെ കൊച്ചാമയാണ്. ആ അതല്ലേ, അവര് മണ്ടത്തരമുണ്ട്. പേര് ഷേർലി, പക്ഷെ സ്വഭാവം വെകിളി. രാജമ്മയ്ക്ക് ഇപ്പൊ എത്ര മാസമായി? എന്താ ദുർവാസാവ് ഈ പറയുന്നത്? Yeah, he is okay. ഉല്ലാസേട്ടൻ ഓക്കേ. ഉല്ലാസണ്ണ അല്ല അതല്ല മാഡം, ഇത് പെൻഷൻ മേടിക്കാൻ പോയി നിക്കണ. പൊട്ടിന്റെതല്ല, ലൈക് സാരി ഡ്രേപ്പിംഗിൽ ഉല്ലാസേട്ടനാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. മിടുക്കിയുണ്ട്. അപ്പൊ ഇനി പോയിന്റ് പക്ഷേ അപ്പുറത്തേക്കാണ് പോണേ കേട്ടോ. ഓക്കെ യെസ്. ഇനി 4 ഗേൾസും വരും. അപ്പോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ പുതുമ എന്ന് പറയുന്നത് സ്റ്റാർ മാജിക് ടീം അവതരിപ്പിക്കുന്നു പുതിയ കണ്ടസ്റ്റന്റ്സ് ടു അവർ പുതുമ എപ്പിസോഡ്. ഇതില് ആരും കണ്ടാ കൊതിക്കുന്ന ആ ശിലയിൽ കടഞ്ഞെടുത്ത ആ ഒരു സുന്ദരി രൂപം ആരായിരിക്കും? പൂപ്പാറ സരള അല്ലെങ്കിൽ ചിരട്ടക്കോണൻ ശാന്ത. ശരി, ജഡ്ജ്മെന്റിന് കുറച്ചും കൂടി ഡ്യൂറേഷൻ തരാം. ഒരു റാംബോക്കും കൂടെ ഇവര് ചെയ്തോട്ടെ. എന്നിട്ട് ജസ്റ്റ് മൈക്കിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ചതുപോലെ ബാക്ക് ടു പൊസിഷൻ കേട്ടോ. ഓക്കെ. ശാന്ത ചിരട്ടക്കോണം. Give me a big applause. മഞ്ഞിന്റെ മണ്ടയിൽ കൂടെ പെൻഗിൻ സെറ്റ് സാരി എടുത്തോണ്ട് വരുന്ന പോലാണ് ഓർമ്മ. എനിക്കതല്ല, ഇവര് ഈ ബാക്കി പോയി നിന്നപ്പോഴേക്കും ഈ രമണിക്ക് എങ്ങനെ 3 മാസമായി എനിക്ക് മനസ്സിലായി. ഇതില് ഏറ്റവും ഒരു ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്തു. യുനോ എവ്രിബഡി ഡിഡ് വെരി വെരി വെൽ. A big round of applause to the entire participants. നമ്മളപ്പോ ഒരു തിരുവാതിര ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പൊ ഒരു ഓണ തിരുവാതിര ഇനി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കേട്ടോ. വലിയ റൗണ്ട്
ഇതിൽ പരം എന്താ നമുക്ക് വേണ്ടേ അല്ലേ? എന്തായാലും ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം, സോറി, ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെവൽ ബെസ്റ്റ് പെർഫോമൻസ് അവർ നമുക്കായിട്ട് തന്നു. എന്താടി, ഒന്ന് അടങ്ങി നിക്കടി. ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ പ്രേക്ഷകരോടും നമ്മുടെ ഓഡിയൻസിനോടും ചോദിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിന്റെ തിരിച്ചു വരവ്, ഈ ഒരു പുതുമ എങ്ങനെയുണ്ട്? സൂപ്പർ. ഓ, താങ്ക് യു സോ മച്ച്. നേരെ ഷാരി മാമിലേക്ക് വരികയാണ്. മാം, എങ്ങനെയുണ്ടായിരുന്നു ഓൾ ടോട്ടൽ? അടിപൊളി, മാസ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മാസ് ആയിരുന്നു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റില്, ഷാരി മാമിന്റെ സ്റ്റേറ്റ്മെന്റില് ഇന്നത്തെ ഈ ഒരു മാസ് പുതുമേറിയ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വി ആർ സേയിങ് ബൈ ഫ്രം അമൃതവേണി ഹെയർ എലിക്സർ പ്രസൻസ് സ്റ്റാർ മാജിക്, സേയിങ് ടാറ്റാ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.